ഇസ്രായേലിനെ ഞെട്ടിച്ച് യമനിലെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണം. യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിന്റെ ബെൻഗുരിയോൺ വിമാനത്താവളത്തിന് സമീപം പതിക്കുകയും നാശനഷ്ടം വരുത്തിവെക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകളെല്ലാം തന്നെ നിർത്തിവച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ട വിമാനങ്ങളടക്കം വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലിന്റെ ദേശീയ അടിയന്തര സേവനത്തെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഹയോ മീഡിയ പങ്കുവച്ച ഒരു വീഡിയോയിൽ മിസൈൽ വീണ സ്ഥലത്തെ വലിയ ഗർത്തം കാണിക്കുന്നു. ഓൺലൈനിൽ പങ്കിട്ട വീഡിയോകളിൽ ഇസ്രായേലിന്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്നത് കാണാം. അതേസമയം പാർക്കിംഗ് ഭാഗത്താണ് മിസൈൽ പതിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട്. യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ നികത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. മധ്യ ഇസ്രായേലിൽ പതിച്ച പ്രൊജക്ടൈൽ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിച്ചതായും സൈന്യം പറഞ്ഞു. ടെൽ അവീവിലും രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും ആക്രമണ മുന്നറിയിപ്പിനുള്ള സൈറണുകൾ സജീവമാക്കി. ഇസ്രായേൽ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ മറികടന്നെത്തിയ മിസൈലാണ് വിമാനത്താവളത്തിൽ വീണത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം വളരെ മികച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലികളെ അവർ ദുർബലരാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതായി പുതിയ ആക്രമണം. യമനിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന US വ്യോമാക്രമണങ്ങൾക്ക് ശേഷവും ഹൂത്തികൾക്ക് 2000 കിലോമീറ്റർ അകലെ നിന്ന് മിസൈൽ തൊടുത്തുവിടാനും ഇസ്രായേലിനെ ആക്രമിക്കാനും കഴിയുമെന്ന ആശയം അസാധാരണമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസത്തിനുള്ളിൽ ഇസ്രായേലിനെതിരെ ഹൂത്തികൾ നടത്തുന്ന 4ാമത്തെ മിസൈൽ ആക്രമണമാണിതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം 7 ഇരട്ടി മടങ്ങിൽ തിരിച്ചു പ്രതികരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രിയുമായും ഉന്നത സൈനിക മേധാവികളുമായും ടെലിഫോണിൽ ചർച്ച നടത്തി. തുടർന്ന് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി യോഗവും ചേർന്നു. ഗസ വിഷയത്തിലാണ് യോഗം വിളിച്ചിരുന്നതെങ്കിലും ഹൂത്തി ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ അത് പ്രധാന അജണ്ടയായി. യമനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ ഇതിനോടകം തന്നെ തകർത്തതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിമാനത്താവളം 1 മണിക്കൂറോളം അടച്ചു. അതേസമയം മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ, സ്പാനിഷ് വിമാന കമ്പനികൾ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്കും വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. മെയ് 5, 6 തീയതികളിൽ ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയതായും വിവരമുണ്ട്. എന്തായാലും ഇതിന് തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. അതിനുള്ള യോഗം ചേർന്നു കഴിഞ്ഞു. നിരവധി സുപ്രധാനമായ തീരുമാനങ്ങളായിരിക്കും നെതന്യാഹു ഈ ഒരു യോഗത്തിൽ കൈക്കൊള്ളുക.